കഴിഞ്ഞ 10 ദിവസമായിട്ട് ഒരു ചെറിയ ചാലഞ്ചിലായിരുന്നു. നോ സ്ക്രോൾ ചാലഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടുത്ത 10 ദിവസത്തേക്ക് ഷോർട്സോ റീൽസോ സ്ക്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു വെല്ലുവിളി. വെറും 5 മിനിറ്റ് എന്ന് വിചാരിച്ച് ദിവസവും മണിക്കൂറുകളാണ് ഞാൻ ഷോർട്സും റീൽസും സ്ക്രോൾ ചെയ്ത് കളയുന്നുണ്ടായിരുന്നത്. സമയം പോണത് പോട്ടേന്ന് വെക്കാം, പക്ഷെ ഇത്ര കുറച്ച് സമയത്തില് 100 കണക്കിന് ഇൻഫർമേഷൻസും ഇമോഷൻസും പ്രോസസ് ചെയ്ത് എന്റെ ബ്രെയിൻ ആകെ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ടൈപ്പ് ഓഫ് മെന്റൽ ഫോഗിങ്. ഒപ്പം കോൺസെൻട്രേഷൻ നെഗറ്റീവ് ലെവലിലായിരുന്നു. ഇനിയിപ്പോ അമൃതാണെങ്കിലും അധികമായാൽ വിഷമല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ സ്ക്രോളിംഗ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. തൽക്കാലം നമുക്ക് പഴവും അവക്കാഡോയും മുട്ടയും പാലും കൊക്കോ പൗഡറും ചേർത്ത് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാം. നിലത്ത് വീഴ്ത്തണമെന്ന് അത്ര നിർബന്ധമില്ല, ആ ഒരു ഫ്ലോറിൽ വീഴുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഇനി എല്ലാം കൂടെ അരച്ച് നമുക്കൊരു പരുവാക്കിയെടുക്കാം. ഓട്സോ വീറ്റ് ഫ്ലോറോ ഇല്ലാതെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ പരീക്ഷണം. എന്റെ കോൺഫിഡൻസ് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ പറ്റുമെന്ന്, പക്ഷെ പറ്റില്ല. ഇതായിരുന്നു അവസ്ഥ. 2-3 വട്ടം ട്രൈ ചെയ്തിട്ടും അതൊത്തില്ല. പടച്ചമ്പുരാനെ, ഇനി എന്താക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഉണ്ണിയപ്പച്ചട്ടി ഓർമ്മ വന്നത്. അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. അവസാനം തോൽവി സമ്മതിച്ച് കുറച്ച് ഓട്സ് ഫ്ലവർ ആഡ് ചെയ്തു. എന്റെ പൊന്നോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്നും മുടലെടുത്ത അവക്കാഡോ ഉണ്ണിയപ്പം ഇവിടെ റെഡി. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ, പക്ഷെ ശരിക്കും സംഗതി കൊള്ളായിരുന്നു. ഇനി പരീക്ഷണായുധങ്ങളൊക്കെ ആര് ക്ലീൻ ചെയ്യും? അയവ, കറക്റ്റ് ടൈമിംഗ് ആണല്ലോ. ഉണ്ണിയപ്പം